ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ഈ ഹൈഡ്രാഫേഷ്യൽ അല്ലേ. ബട്ട് വാട്ട് എക്സാക്ട്ലി ഇസ് ഹൈഡ്രാഫേഷ്യൽ? എന്തിനാണ് ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്നത്? എന്തായിരുന്നു എൻ്റെ ഫസ്റ്റ് എവർ ഹൈഡ്രാഫേഷ്യൽ എക്സ്പീരിയൻസ്? എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണത് ചെയ്തിട്ട് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാളം. ഞാൻ ഹനാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ പറയുന്ന ഹൈഡ്രാഫേഷ്യൽ? ഹൈഡ്രാഫേഷ്യൽ എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേസീവ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ സ്കിൻ ഹൈഡ്രേഷൻ. സോ പേരിൽ തന്നെ ഒബ്വിയസ് ആണല്ലോ ഹൈഡ്രാഫേഷ്യൽ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടും. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി 4 സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സ്റ്റെപ്സ് ആർ ലൈക്ക് ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്യും, പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യും, പിന്നെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ഉണ്ട്, ഫൈനലി മോയ്സ്ചറൈസേഷൻ പ്രോസസ്. ഈ ഒരു എൻറ്റയർ പ്രോസസ് വിൽ ടേക്ക് അബൌട്ട് 1 to 1.5 hours. അതിൽ കൂടുതൽ ടൈം എന്തായാലും എടുക്കില്ല. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച്. ചിലപ്പം നല്ല സൂപ്പർ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ആ പ്രൊസീജിയർ കുറച്ചുകൂടി ലോങ് ഒക്കെ ആവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാ ഫേഷ്യൽസ് പോലെ നമ്മൾ നോർമലി ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഡേ ഒക്കെ അല്ലേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വിസിബിൾ ആവാം. പക്ഷേ ഈ ഒരു ഹൈഡ്രാഫേഷ്യലിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴാണോ ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിയുന്നത് അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിസിബിൾ റിസൾട്ട്സ് കാണാൻ പറ്റും. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എക്സാക്ട്ലി എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഗതിയാണ്, വിച്ച് ഈസ് ദാറ്റ് ദിസ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് യുവർ സ്കിൻസ് ഹൈഡ്രേഷൻ. സോ എന്നെപ്പോലെ നല്ല സൂപ്പർ ഡ്രൈ സ്കിന്നുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഫോർ യു. ഈവൻ ലൈക്ക് നമ്മൾ നോർമൽ ഫേഷ്യൽസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിന് ഹാർഷായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഗോ ഇൻ വിത്ത് ദിസ് വൺ. അത്രയും എന്താ പറയുക, ഇറ്റ്സ് പെയിൻലെസ്, ഒട്ടും ഹാർഷ് അല്ല. നമ്മൾ എത്ര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും ഇത് റിയാക്ട് എന്താ പറയുക, നമുക്ക് ഇത് ചെയ്തതോടുകൂടി പ്രത്യേകിച്ച് സ്കിന്നിന് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയി നമുക്ക് നല്ല ഗ്ലോയിങ് പ്ലംപ് ലുക്കിംഗ് സ്കിന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നൗ ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും സ്പെസിഫിക് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു 5 സ്റ്റെപ്പ് വേരിയൻറ്റും കൂടി ഉണ്ട്. ബേസിക്കലി 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് അവർ ഇതിനകത്ത് സിറംസ് ഇൻഫ്യൂസ് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആക്നെ മാർക്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ കോജിക് ആസിഡോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടി അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ സിറം ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള പിന്നെ ഹൈഡ്രാഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു ചെയ്തത്. സോ ആ എക്സ്പീരിയൻസ് ഞാൻ ലാസ്റ്റ് പറയാം. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ബെനിഫിറ്റ്സ്. പിന്നെയുള്ള മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നമ്മുടെ സ്കിൻ ഡള്ളായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ്. അതായത് ആ ഒരു ഡൾനെസ് മൊത്തം മാറ്റി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ലുമിനോസിറ്റി, നല്ലൊരു ഗ്ലോ ഇത് പ്രൊവൈഡ് ചെയ്യും. ലെറ്റ് മീ പുട്ട് ഇറ്റ് ഔട്ട് ദേർ. സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ഫോർ സ്കിൻ വൈറ്റനിങ്. ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫോർ സം റീസൺ ഗെറ്റ് കൺഫ്യൂസ് ബിറ്റ്വീൻ സ്കിൻ വൈറ്റനിങ് ആൻഡ് സ്കിൻ ബ്രൈറ്റനിങ്. ഞാൻ സ്കിൻ വൈറ്റനിങ് പോലുള്ളൊരു പ്രോസസ്സ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. സോ ഐ എം സോറി, എൻ്റെ സൗണ്ടിൽ വല്ല ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. എനിക്ക് ചെറുതായിട്ടൊന്ന് കോൾഡ് പിടിച്ചിട്ടുള്ള. ഓക്കെ, സോ യെസ്, അതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് നിങ്ങൾക്ക് വല്ല റിങ്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊന്ന് സ്കിന്നൊന്ന് ഫേം ആക്കണമെങ്കിൽ സ്കിൻ ഫേംനെസ് ആൻഡ് റിങ്കിൾസ് ഒക്കെ എന്താ പറയുക ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിലൊരു 20 minutes മസാജ് വരെ തരും. ആൻഡ് ആ ഒരു മസാജ് ഇസ് ബേസിക്കലി ടു ഹെൽപ്പ് യുവർ സ്കിൻ ടൈറ്റൻ ഇറ്റ്സെൽഫ്. സോ അങ്ങനെയുള്ള നമ്മുടെ സ്കിൻ ടൈറ്റൻ ആകുമ്പോൾ ഒബ്വിയസ്ലി റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ആവുമല്ലോ. സോ അങ്ങനെ ഒരു പ്രോസസ്സും കൂടി ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി ഇൻവോൾവ് ആണ്. സോ യെസ്, സ്കിൻ ഫേംനെസ് ആൻഡ് റിങ്കിൾസും ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഫൈനലി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഓപ്പൺ പോഴ്സ് നല്ലോണമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഓപ്പൺ പോഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹൈഡ്രാഫേഷ്യൽ ഹെൽപ്പ് ചെയ്യും. മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഹെൽപ്പ് ചെയ്യൂ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോഴ്സ് എന്താ പറയുക ക്ലോസ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ വെക്കരുത്. ബട്ട് ടു ആൻ എക്സ്റ്റെൻറ്റ് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് നമ്മുടെ ഓപ്പൺ പോഴ്സിൻ്റെ സൈസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രയും ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമ്മുടെ പോഴ്സ് ഓട്ടോമാറ്റിക്കലി ടെൻഡ് ടു ക്ലോസ്. അതെനിക്ക് തോന്നുന്നു ഞാനതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, പക്ഷേ ഇതിനൊരു ബെനിഫിറ്റ് ആയിട്ട് ഇതും കൂടി പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പലർക്കുള്ള കൺഫ്യൂഷനാണ് ഈ പറഞ്ഞ ഹൈഡ്രാഫേഷ്യൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, ഇത് ഏത് സ്കിൻ ടൈപ്സിനാണ് പറ്റുക, ഇതാരൊക്കെ ഇത് ചെയ്യാൻ പാടില്ലാത്ത, സേഫ് ആണോ, ബ്ലാ 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 അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. സോ അതിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ നീഡ് ടു പുട്ട് ഔട്ട് ദേർ ഇസ് ദാറ്റ്
HydraFacial എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇറ്റ്സ് കൺസിഡർഡ് വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് ഫേഷ്യൽ പ്രൊസീജിയേഴ്സ്. അതുകൊണ്ട് തന്നെ നോ മാറ്റർ വാട്ട് യുവർ സ്കിൻ ടൈപ്പ് ഇസ്, നോ മാറ്റർ ഹൗ സെൻസിറ്റീവ് യുവർ സ്കിൻ ഇസ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിട്ട് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ പറയുന്ന HydraFacial. അപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആവട്ടെ, ഓയിലി സ്കിൻ ആവട്ടെ, സെൻസിറ്റീവ് സ്കിൻ ആവട്ടെ, നോ മാറ്റർ വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ജെൻഡർ സ്പെസിഫിക്. സോ നിങ്ങൾ മെയിൽ ആണെങ്കിലും ശരി, ഫീമെയിൽ ആണെങ്കിലും ശരി, ഫീൽ ഫ്രീ ടു ഗോ ആൻഡ് ഗെറ്റ് a HydraFacial done. Now, വേറൊരു കാര്യങ്ങളോട് പലരും ചോദിച്ചതെന്ന് വെച്ചാൽ ഈ HydraFacial നമ്മൾ എത്ര സിറ്റിംഗ് ഇരിക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഓക്കെ, ഞാൻ ഒരൊറ്റ തവണ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ആൻഡ് എനിക്ക് ആ ഒരു തവണ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഡിഫറൻസ് കാണാൻ പറ്റി. ഇനിയും ഞാനിത് ചെയ്യുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഐ മീൻ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് 2 മാസം വരെ നമ്മുടെ ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം 2 months കഴിഞ്ഞിട്ട്, അതായത് 3rd month ലൈക്ക് നമ്മൾ ഫേഷ്യൽ ചെയ്ത് ഒരു 2 months കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. സോ യെസ്, ഇനി വേറൊരു കാര്യത്തെ പറ്റി എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഡൗൺ ടൈം ഒട്ടുമില്ല. വിച്ച് മീൻസ് നമ്മൾ ഇത് ചെയ്ത് ലൈക്ക് HydraFacial ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പോസ്റ്റ് കെയർ അല്ലെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ബേസിക്കലി ഇല്ല. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓൺവേർഡ്സ് യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ റെഗുലർ റുട്ടീൻ, വിച്ച് ഐ തിങ്ക് ഇസ് ഗ്രേറ്റ്. ഓക്കെ, സോ പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കുറച്ചൊരു പ്രീ കെയർ, പോസ്റ്റ് കെയർ ഒക്കെ ചെയ്യണം. ടോക്കിംഗ് അബൌട്ട് ദ പ്രീ കെയർ അല്ലെങ്കിൽ പോസ്റ്റ് കെയർ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം വല്ല റെറ്റിനോൾ പോലുള്ള ആക്റ്റീവ്സോ എന്ത് തരം ആക്റ്റീവ്സും സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ഈ HydraFacial ചെയ്യാൻ പോകുന്ന ഒരു 1.5 weeks മുന്നേ ആ നിങ്ങളുടെ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിറംസും ആക്റ്റീവ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പോയിട്ട് ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്യുക. മേക്ക് ഷുവർ ടു കീപ് യുവർ സ്കിൻ ഹൈഡ്രേറ്റഡ്. അതാണ് ഇതിലെ കീ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ HydraFacial ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മേക്ക് ഷുവർ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിന് അണ്ടറിൽ പോകരുത്. ബിക്കോസ് സ്കിൻ നല്ല എന്നെ പോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ സൺബേൺ ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ സ്കിൻ അത്രയും എക്സ്ഫോലിയേറ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. പിന്നെന്ന് വെച്ചാൽ അഗൈൻ യൂസ് എ മോയ്സ്ചറൈസർ ആൻഡ് എ ഗുഡ് സൺസ്ക്രീൻ. എന്താ പറയുക, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. മോർണിംഗിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും മേക്ക് ഷുവർ ടു കീപ് യുവർ സ്കിൻ മോയ്സ്ചറൈസ്, സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ HydraFacialനെ പറ്റി മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലൈക്ക് ദ ബേസിക്സ് ഓഫ് HydraFacial. ഇനി ഞാൻ പോയിട്ട് HydraFacial ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. സോ ഞാൻ HydraFacial ചെയ്തത് ബിക്കോസ് ഐ ഹാഡ് an event coming up and I thought എനിക്ക് നല്ല ഡ്രൈ സ്കിൻ ആണ് and I wanted to get a facial done. എനിക്കൊന്ന് ഫേഷ്യൽസ് ചെയ്തിട്ട് ഇറ്റ്സ് ബിൻ ഓവർ 2 to 3 years now. ഞാൻ കുറേ മുന്നേ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഐ ഹാവ് വെരി സെൻസിറ്റീവ് സ്കിൻ ആൻഡ് ഫോർ സം റീസൺ ഞാൻ എപ്പോൾ ഫേഷ്യൽ ചെയ്താലും മൈ സ്കിൻ ഗോസ് ജസ്റ്റ് റെഡ് ആവും, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരും, അങ്ങനെയുള്ള പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഫേഷ്യൽസ് ചെയ്ത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാനത് വല്ല എക്സ്ഫോലിയേഷൻ റുട്ടീൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്നല്ലാണ്ട് ഞാനൊരു സലോണിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ ഒന്ന് പോയിട്ട് ഇതുപോലുള്ള പ്രോസസ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് HydraFacial ചെയ്യുന്നത്. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം എവർ. സോ ഐ വാസ് എ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ. ഒരുപാട് വീഡിയോസ് കണ്ട്, ഒരുപാട് റിവ്യൂസ് കണ്ട്, പിന്നെ എൻ്റെ ഡെർമാറ്റ് സജസ്റ്റും കൂടി ചെയ്തു. സോ ഐ വാസ് എ ലിറ്റിൽ കോൺഫിഡൻറ്റ്. അതുകൊണ്ട് എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെയ്തത് നോവ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ്. ഇറ്റ്സ് ഇൻ തലശ്ശേരി. അവർക്ക് വേറെ ബ്രാഞ്ച് ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സ് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദ ഹോൾ പ്രോസസ്സ്. എനിക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് പിടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് സച്ച് എ കോസി കംഫർട്ടബിൾ സെറ്റപ്പ്. അതുകൊണ്ട് ഐ വാസ് ജസ്റ്റ് എൻജോയിങ്. ഓക്കെ, അപ്പോൾ അവിടെ പോയി അവർ എൻ്റെ സ്കിൻ അനലൈസ് ചെയ്ത് ആൻഡ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ അനലൈസേഷൻ ആണ്. അത് ചെയ്യുന്നതിന് അവർ പറഞ്ഞ് എനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്, അത് മാത്രമല്ല വെരി സെൻസിറ്റീവ് ആണ്. ഡോക്ടർ വെറുതെ ഇന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ എൻ്റെ സ്കിൻ വാസ് ലൈക്ക്, പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ മൈ സ്കിൻ വാസ് വെരി റിയാക്റ്റീവ് ഫോർ സം റീസൺ. പെട്ടെന്ന് എൻ്റെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് വരാൻ തുടങ്ങി, എന്താ പറയുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി ടു പ്രൊഡക്ട്സ്. അപ്പോൾ ഞാൻ എല്ലാ തരം മേക്കപ്പ് ആയാലും ശരി, സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഫോർ ഓൾമോസ്റ്റ് 2 weeks. എന്നിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോയത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് വെരി സെൻസിറ്റീവ് എന്ന്. അങ്ങനെ സ്കിൻ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലെൻസിങ് പ്രോസസ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അന്നേരം എന്നോട് ഡോക്ടർ പറഞ്ഞു സിൻസ് ഐ ഹാവ് ലൈക്ക് വെരി സെൻസിറ്റീവ് ആൻഡ് വെരി റിയാക്റ്റീവ് സോർട്ട് ഓഫ് എ സ്കിൻ, നമ്മൾ എക്സ്ഫോലിയേഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേഴ്സ് എ ചാൻസ് എൻ്റെ സ്കിൻ ഭയങ്കര റെഡ് ആവാനുള്ള
ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് എൻ്റെ പരിപാടിയൊക്കെ വരുന്നത് കൊണ്ട് ഡോക്ടർ വാസ് ലൈക്ക് ലെറ്റ്സ് നോട്ട് ടേക്ക് ദാറ്റ് റിസ്കി ഫാക്ടർ ഒന്നും ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് സ്കിൻ ഭയങ്കര റെഡ് ആയിരിക്കും. ആൻഡ് I didn't want that. So ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ലൈക്ക് ഇഫ് മൈ ഡെർമാറ്റ് സേസ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ ഞാൻ അങ്ങനെയാണ്, ബിക്കോസ് ഐ ജസ്റ്റ് ട്രസ്റ്റ് ഹർ സോ മച്ച്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഡയറക്റ്റ് ക്ലെൻസ് ചെയ്തു. ക്ലെൻസിങ്ങിന് ശേഷം വി വെന്റ് ഇൻ വിത്ത് സ്റ്റീമിങ് പ്രോസസ്. ഒരു ഫേസ് മൊത്തം നൈസായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് ആൻഡ് ദെൻ വി വെന്റ് അഹെഡ് വിത്ത് ആൻ എക്സ്ട്രാക്ഷൻ പ്രോസസ്. സോ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ ഫുൾ മറ്റേ ആ സക്ഷൻ സാധനം വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഐ ഹാഡ് എ ഫ്യൂ ബ്ലാക്ക് ഹെഡ്സ് as well. ആൻഡ് ഞാൻ എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് സത്യം റിമൂവ് ചെയ്തിട്ട് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ ഡിഡ് ഹാവ് ക്വൈറ്റ് എ ഫ്യൂ. സോ അതൊക്കെ റിമൂവ് ചെയ്ത് ബാക്കി സ്കിന്ന് മൊത്തം എവിടെയൊക്കെ എന്തൊക്കെ ഡേർട്ട് എല്ലാം അബ്സോർബ് ചെയ്ത് എല്ലാം സക്ക് ചെയ്തെടുത്തു. എന്നിട്ട് വാട്ട് ഷീ ഡിഡ് വാസ് എൻ്റെ സ്കിന്നിൽ ഒരു ജെൽ ലൈക്ക് ക്രീം അല്ല ഒരു ജെൽ ലൈക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ഡിവൈസ് ഉണ്ട്, ഈ ഹൈഡ്രാഫേഷ്യൽ ഡിവൈസ്. എനിക്കറിയില്ല ഇഫ് ഐ ക്യാൻ ഫൈൻഡ് എ പിക്ചർ ഓഫ് ഇറ്റ്. എൻ്റെ പിക്ചർ കിട്ടുകയാണെങ്കിൽ ഞാനത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഇറ്റ്സ് എ ഹീറ്റഡ് ഡിവൈസ് ബൈ ദ വേ. ഒരു ചെറിയ മൈൽഡ് ഹീറ്റ് ഉണ്ട് അതിനകത്ത്. ആൻഡ് ആ ഹീറ്റ് അവർ കൺട്രോൾ ചെയ്യും. നമ്മളെ സ്കിന്നിൻ്റെ ടോളറൻസ് ലെവലിനനുസരിച്ചിട്ട് ആ ഒരു ഹീറ്റ് അവർ കൺട്രോൾ ചെയ്യും. എന്നിട്ട് നമ്മളെ സ്കിൻ അത് വെച്ചിട്ട് ഒരു 20 minutes, ഒരു ഗുഡ് 20 minutes അത് വെച്ച് നല്ലോണം മസാജ് ചെയ്ത് ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. ആ ഒരു ഹീറ്റ് ഇടയ്ക്ക് കൂടുന്നു തോന്നുമ്പോൾ നമ്മൾ പറഞ്ഞുള്ളത് അവരത് കുറക്കൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് ആ ഒരു പ്രോസസ്സിന് ശേഷം എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് ആൻഡ് ഷീ ആസ്ക്ഡ് മീ ടു ജസ്റ്റ് ടച്ച് മൈ സ്കിൻ. ഓ മൈ ഗോഡ്, ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. ഞാനില്ലേ അന്ന് ആ ഡോക്ടറെ വിസിറ്റ് ലൈക്ക് ഹൈഡ്രാഫേഷ്യൽ ചെയ്യാൻ പോകുന്ന അന്നത്തെ ദിവസം മൈ സ്കിൻ വാസ് ഇൻ സച്ച് എ ബാഡ് കണ്ടീഷൻ എന്നല്ല, എന്താ പറയുക, ഇറ്റ് വാസ് വെരി ഡ്രൈ, ലൈക്ക് എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് റഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇത് പോയി ചെയ്തത്. ആൻഡ് ഈ ആ ഒരു ഡിവൈസ് വെച്ചിട്ടുള്ള മസാജിങ് പ്രോസസ്സിന് ശേഷം ഉണ്ടല്ലോ, ആ ഡിവൈസ് വെച്ച് മസാജ് ചെയ്യുമ്പോഴാട്ടോ നമ്മളെ സ്കിന്നൊന്ന് ഫേമൊക്കെ ആവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ജസ്റ്റ് സ്കിന്നൊന്ന് ടച്ച് ചെയ്ത് നോക്കാൻ. ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. ലൈക്ക് നമ്മളെ ബേബി സ്കിൻ ഫീൽ എന്ന് പറയില്ലേ, എക്സാക്ട്ലി അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ എൻ്റെ സ്കിന്ന് ഫസ്റ്റ് അനലൈസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിറം ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രാഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാമെന്ന്. ആൻഡ് വാട്ട് വി വർ ഫോക്കസിങ് ഓൺ വാസ് സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് സ്കിൻ ഹൈഡ്രേഷൻ. ബിക്കോസ് ഇത് രണ്ടുപേരും എനിക്ക് മസ്റ്റായിട്ട് വേണ്ടത്. സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഇതോട്, പക്ഷേ ഡോക്ടർ പറഞ്ഞു ഡാർക്ക് സ്പോട്ട്സിൻ്റെ അത് ഒരൊറ്റ സിറ്റിംഗ് കൊണ്ട് എനിക്ക് അതിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. സോ ഐ വാസ് ലൈക്ക് ഫൈൻ, നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ചൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് ഞാൻ പോയത്. ബിക്കോസ് ഇറ്റ് വാസ് മൈ ഇവൻറ്റ് ആൻഡ് ദ ബ്രൈഡ് ഷുഡ് ലുക്ക് ഗുഡ് റൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ഹൈഡ്രേഷൻ നമ്മൾ ഫൈനലൈസ്. ഹൈഡ്രേഷൻ തോ എനിക്ക് മസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത പ്രോസസ് വാസ് ഈ ഒരു സിറം ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ്. ആ ഡിവൈസ് എങ്ങനെയാണ് കാണാനെന്ന് എക്സാക്ട്ലി എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഉറങ്ങാനുള്ള മൂഡിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് വാസ് നോട്ട് ദ മോസ്റ്റ് കംഫർട്ടബിൾ തിങ്. ലൈക്ക് എനിക്കൊന്ന് ഈ എൻറ്റയർ പ്രോസസ്സിൽ കുറച്ചൊരു അൺകംഫർട്ടബിൾ ഫീൽ വന്നത് ആ ഒരൊറ്റ ഡിവൈസ് എന്നാണ് കേട്ടോ. കാരണം അത് നമ്മുടെ സ്കിന്നിലെ ഇറ്റ് വാസ് എ ലിറ്റിൽ പൊക്കി ഓൺ ദ സ്കിൻ. ഇങ്ങനെ കുത്തുന്ന ഒരു ഫീല്. നീഡിലോ കാര്യം ഒന്നുമില്ല. ലെറ്റ് മീ ഓൾസോ പുട്ട് ദാറ്റ് ഔട്ട് ദെയർ. ഇതിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സംഗതികളൊന്നുമില്ല. പക്ഷേ എന്തോ രീതിയിൽ എൻ്റെ സ്കിന്നിൽ ആ ഒരു സിറം ഇൻഫ്യൂസ് ചെയ്തു, അത്രേ എനിക്കറിയൂ. ആൻഡ് ബാക്കി ലൈക്ക് ചീക്ക് ഏരിയ ഓൾവേസ് ഫൈൻ. പക്ഷെ നമ്മുടെ ഈ ബോണുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ലൈക്ക് ചീക്ക് ബോൺസ് അല്ലെങ്കിൽ നോസിൻ്റെ ബ്രിഡ്ജ്, അവിടെയൊക്കെ ആ ഡിവൈസ് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വാസ് എ ലിറ്റിൽ പെയിൻഫുൾ, ലൈക്ക് വെരി സ്ലൈറ്റ് ആയിട്ടൊരു പെയിൻഫുൾ ആയിരുന്നു എനിക്ക്. ബിക്കോസ് എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ, എനിക്ക് തൊട്ടാൽ വേദനിക്കും. അപ്പം അതുകൊണ്ടും കൂടി ആയിരിക്കണം. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ടോളറൻസ് ലെവലിനനുസരിച്ച് ഇരിക്കും കേട്ടോ. സോ യെസ്, ആ ഒരു പ്രോസസ്സിന് ശേഷം നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് കടന്ന് അതിൽ ഒരു നല്ല ഷീറ്റ് മാസ്ക് ഇട്ടായിരുന്നു. എന്നിട്ട് ആ ഒരു LED ലൈറ്റ് സാധനം ഉണ്ടല്ലോ, മാസ്ക്, അത് വെച്ച് ഒരു 15 minutes അത് വെച്ചിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, ആൻഡ് വി വർ ഡൺ. ഇത്രയേ ഉള്ളൂ. പറയുമ്പോൾ അതിന് ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്, പക്ഷേ ഇറ്റ് ഡസ് ടേക്ക് ഒരു 1.5 മണിക്കൂർ എന്തായാലും എടുക്കും. ആൻഡ് പേഴ്സണലി ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് എക്സ്പീരിയൻസ് വാസ് ഫാബുലസ്. പക്ഷെ എനിക്ക് 2 months വരെ അതിൻ്റെ ഗ്ലോ നിൽക്കുമെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദാറ്റ്സ് റൈറ്റ്. എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ സ്കിന്നിനെ അതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പം അത്ര വലിയ ഗ്ലോ ഒന്നും സ്കിന്നിൽ കാണുന്നില്ല. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് കെൻ സീ. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ഗ്ലോവും കാരണം ഇപ്പം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇഫ് യു ആസ്ക് മീ, ഞാൻ ഇനിയും ഇതേ ഒരു ഹൈഡ്രാഫേഷ്യൽ പ്രോസസ്സിനെ ഒന്നും കൂടിയും ചെയ്യുമെന്ന് ചോദിച്ചാൽ
100% yes ഞാൻ ചെയ്യും because I love it. The experience was good. എനിക്ക് കിട്ടിയ results was also really good. And yeah, my skin really needed that. Okay, ഇനി നമുക്ക് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന മെയിൻ സംഗതിയിലേക്ക് കിടക്കാം, വിച്ച് ഇസ് ദ പ്രൈസ് പോയിന്റ്. നൗ ഞാൻ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് പറയുന്നില്ല, ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് യു ലൈക്ക് എൻ ആവറേജ്. കാരണം ഇത് ഒന്നല്ല, രണ്ട് രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഹൈഡ്രാഫേഷ്യൽ ഓപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിറം ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളത് ഓപ്റ്റ് ചെയ്യാം. ആൻഡ് ദ പ്രൈസിൻ്റെ ആവറേജ് വുഡ് ബി സംവെയർ അറൌണ്ട് 5 to 10K. ഓക്കെ, എനിക്കറിയാം ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഓൾ പ്ലേസസ്. ഓരോരുത്തർ ചാർജ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഫോർ ഷുവർ. ഞാൻ ചെയ്തത് നോവ കോസ്മെറ്റോളജി എന്നാണ്, തലശ്ശേരി നോവ ഡെൻറ്റിൻ്റെ മേലെയുള്ളൊരു കോസ്മെറ്റോളജി ക്ലിനിക്ക, ആൻഡ് ദേ ഹാവ് എ ലോട്ട് ഓഫ് അതർ ട്രീറ്റ്മെൻറ്റ്സ് എസ് വെൽ. ഞാൻ ഇൻഫാക്ട് അവരുടെ വേറൊരു ട്രീറ്റ്മെൻറ്റ് കൂടി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുക. ബട്ട് ഐ എം നോട്ട് ഷുവർ, ഐ ഹാവൻ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് യെറ്റ്. ബട്ട് ആഗ്രഹമുണ്ട്. ബിക്കോസ് സി, നമ്മുടെ സ്കിൻ നമ്മൾ നോക്കണമല്ലോ. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഫേഷ്യൽസ് പോലുള്ള ഒരു സംഗതിയും ചെയ്യാത്ത ഒരാളാണ്. സോ വാട്ട് എവർ ഐ ക്യാൻ ഡു ടു മേക്ക് മൈ സ്കിൻ ലൈക്ക് ലുക്ക് ആസ് ഇറ്റ് വാസ് ബിഫോർ, ഞാനതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയല്ല. പക്ഷേ ഞാൻ അവിടെ പോകുന്നതിന് മുന്നേ കുറേ റിവ്യൂസും കാര്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഫാർ എവറിത്തിങ് സീംഡ് ഗുഡ്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസും അവിടെ എനിക്ക് ഇഷ്ടമായി. ഇത് ആഡോ കാര്യമൊന്നുമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാം. ബിക്കോസ് എനിക്കറിയാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാൻ പോകുന്നതാ, എവിടുന്നാ ചെയ്തത് ഡൗൺ ടൗൺ മോളുടെ തൊട്ടിപ്പുറമുള്ള ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. ആൻഡ് യെസ്, മൈ എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. ആൻഡ് പ്രൈസ് വൈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഫെയർ. എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ബിക്കോസ് സി, നമ്മൾ നോർമലി ഒരു സലോണിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എനിവേ ഗോണ കോസ്റ്റ് യു അബൌട്ട് 3,000-4,000 റൈറ്റ് അല്ലേ? ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കോസ്മെറ്റോളജി ക്ലിനിക്കിൽ പോയിട്ട് ഇതുപോലെ അണ്ടർ എ ഡോക്ടർ സൂപ്പർവിഷൻ നമ്മൾ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഐ തിങ്ക് ദ പ്രൈസ് വൈസ് ഓൾസോ ഇറ്റ്സ് ഫെയർ. നിങ്ങളൊരു ബ്രൈഡ് ടു ബി ഒക്കെ ആണെങ്കിൽ പ്ലീസ് ഗെറ്റ് ദിസ് ട്രീറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു സിറ്റിംഗെങ്കിലും ചെയ്ത് നോക്കുക. ആൻഡ് ടെൽ മി യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ആരെങ്കിലും ഒരു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഐ വുഡ് ലവ് ടു നോ. ഞാൻ ഇതുവരെ കേട്ട എല്ലാ റിവ്യൂസും നല്ലതായിരുന്നു. സോ യെസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് എവർ ഹൈഡ്ര ഫേഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദ ഓൺലി തിങ് ദാറ്റ് ഐ എം എ ലിറ്റിൽ സാഡ് അബൌട്ട് ഇസ് ദ ഫാക്ട് ദാറ്റ് എനിക്കതെല്ലാം ഫിലിം ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എൻ്റെ ചുറ്റിലും ഒന്നല്ല 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളും പിന്നെ എൻ്റെ ഡോക്ടർ, എൻ്റെ ഡെർമാറ്റിന് എൻ്റെ സ്കിൻ നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഷീ ഓൾസോ കെയിം ടു വിസിറ്റ് ആൻഡ് ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് ഞാനിങ്ങനെ അവരോട് സംസാരിച്ചിരുന്നിട്ട് എൻ്റെ ഈ ഒരു ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുള്ള എൻ്റെ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ പിന്നെ പോയില്ല. എൻ്റെ അടുത്ത് ആകെ 2-3 ക്ലിപ്സ് അത് ഞാൻ ഈ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ യെസ്, ദാറ്റ് ഈസ് മൈ ഓവറോൾ എക്സ്പീരിയൻസ്. ആൻഡ് പേഴ്സണലി ഐ വുഡ് റേറ്റ് ഇറ്റ് എ 100/100. എനിക്ക് വേറൊന്നും പറയാനില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് പേഴ്സണലി ഐ എൻജോയ്ഡ് എവറിഥിങ്, എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഞാൻ വിചാരിച്ച പോലെയുള്ള കൈൻഡ് ഓഫ് റിസൾട്ട്സും എനിക്ക് കിട്ടി. സോ that's my experience. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ let me know in the comment section below. And if you have any other video recommendations, അതും കൂടി പറഞ്ഞുതരാം. because I'm literally running out of ideas when it comes to YouTube content. So നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസ് കാണുന്നുള്ള വീഡിയോ റെക്കമെൻഡേഷൻസും കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. ഏതെങ്കിലും പുതിയ അപ്കമിങ് ബ്രൈഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രാഫേഷ്യൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് മേ ബി അവർക്ക് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചു. സോ യെസ്, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യഥാശിസ്.